ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. കൗമാരക്കാരുടെ ലോകം അത് പലപ്പോഴും കുറച്ച് സങ്കീർണമായിട്ട് തോന്നാറുണ്ടല്ലേ? ശരിയാണ്. അവരുടെ ചിന്തകൾ, പിന്നെ പെരുമാറ്റങ്ങൾ, അവർ നേരിടുന്ന ചില വെല്ലുവിളികൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറേ വിവരങ്ങൾ, ചില ലേഖനങ്ങൾ, പിന്നെ ഗവേഷണ റിപ്പോർട്ടുകൾ, രക്ഷാകർതൃത്വത്തെക്കുറിച്ചുള്ള ഗൈഡുകൾ, അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിന്നിവിടെ ശ്രമിക്കുന്നത് ഈ വിവരങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വേർതിരിച്ചെടുക്കാനാണ്. കൗമാരക്കാരുടെ വളർച്ചയെക്കുറിച്ചും അവരെ എങ്ങനെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ നൽകണം. അതാണ് ലക്ഷ്യം. ശരിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ കൗമാരക്കാരെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കണമെന്നായിരിക്കാം. അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം, അതിനുള്ള ചില വഴികൾ കണ്ടെത്തണമെന്നാവാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഇതൊക്കെയാണ്. അവരുമായിട്ടുള്ള സംസാരം അതെങ്ങനെ നന്നാക്കാം, പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അതിൻ്റെ ശരിതെറ്റുകൾ, അത് പ്രധാനമാണ്. പിന്നെ അവരുടെ മാനസികാരോഗ്യം, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം അവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്, പിന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ്, അതായത് റെസിലിയൻസ്, അതെങ്ങനെ വളർത്താമെന്നതൊക്കെ. കൗമാരക്കാരുടെ പല പെരുമാറ്റങ്ങൾക്കും പിന്നിലെ എന്തുകൊണ്ട് എന്നും അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഈ വിവരങ്ങൾ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കൗമാരമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ചിലപ്പോൾ ദേഷ്യം, വാശി, ആ മൂടുമാറ്റങ്ങളൊക്കെ ആവും. സാധാരണ അങ്ങനെയാണ്. പക്ഷേ സംഭവം അതിലും കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ഈ പ്രായത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നടക്കുന്നത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അതെ, വലിയ വികാസപരമായ മാറ്റങ്ങൾ. സ്വന്തം വ്യക്തിത്വം എന്താണെന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം അത് ഈ പ്രായത്തിൽ വളരെ ശക്തമാണ്. ഞാൻ ആരാണ്, ഈ ലോകത്തിൽ എൻ്റെ സ്ഥാനമെന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ. കറക്റ്റ്. ഈ എറിക് എറിക്സന്റെ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സ്റ്റേജ് ഓർമ്മ വരുന്നു അല്ലേ? അതെ, അതുമായിട്ട് ചേർത്ത് വായിക്കാം. ആ ഒരു വ്യക്തിത്വം കണ്ടെത്താനുള്ള യാത്രയുടെ ഒരു പ്രധാന ഭാഗമാണ് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു ആഗ്രഹം വരുന്നത്. ചിലപ്പോൾ മാതാപിതാക്കൾക്കിത് ഒരു അനുസരണക്കേടായിട്ട് തോന്നാം. പക്ഷേ ഇത് ശരിക്കും സ്വയംഭരണത്തിനായുള്ള, അതായത് ഒട്ടോണമിക്ക് വേണ്ടിയുള്ള ഒരു സ്വാഭാവിക പ്രേരണയാണ്. ചെറിയ കുട്ടികൾ ഞാൻ തനിയെ ചെയ്യാം എന്ന് വാശി പിടിക്കില്ലേ? അതുപോലെ, ഏകദേശം അതുപോലെ കൗമാരത്തിലും ഈ ഒരു ആവശ്യം വളരെ ശക്തമായിട്ട് വരും. അവർ സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ കണ്ടെത്തലിന്റെ യാത്ര അത്ര എളുപ്പമുള്ള ഒന്നല്ല. കാരണം ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർ ഈ സമയത്ത് നേരിടുന്നുണ്ട്. തീർച്ചയായും. സ്കൂളിലെ പഠിത്തത്തിന്റെ ഭാരം, നല്ല മാർക്ക് വാങ്ങണമെന്നുള്ള പ്രഷർ, കൂട്ടുകാരുടെ ഇടയിലുള്ള പ്രഷർ, അതെ, കൂട്ടുകാർക്കിടയിൽ ഒരു അംഗീകാരം കിട്ടാനുള്ള ശ്രമം, പിന്നെ ഈ സോഷ്യൽ മീഡിയ, അത് വലിയൊരു കാര്യമാണ്. താരതമ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വരും. അതുമുണ്ട്. ചിലപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻ വരെ അവരെ അലട്ടുന്നുണ്ടാവും. ശരിയാണ്. ഈ സമ്മർദ്ദങ്ങളൊക്കെ ചിലപ്പോൾ അവരെ മാനസികമായിട്ട് വല്ലാതെ തളർത്താം. ഉത്കണ്ഠ കൂടാം, വിഷാദം പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കൗമാരക്കാരിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ നോക്കിയാൽ കൗമാരക്കാർക്കിടയിലെ അനാരോഗ്യത്തിനും വൈകല്യത്തിനുമുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ആണോ? അത്രയ്ക്കുണ്ടോ? അതെ. അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ശരി. അപ്പോ ഇത്രയധികം മാറ്റങ്ങളിലൂടെ, സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കടന്നുപോകുന്നൊരു കൗമാരക്കാരനുമായിട്ട് എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക, ആ ബന്ധം നിലനിർത്തുക? പലപ്പോഴും നമ്മളൊരു ചോദ്യം ചോദിക്കും, ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടും. സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. അതെ, സംഭാഷണം അവിടെ തീർന്നു. അതൊരു നിരാശയാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. അവരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനേക്കാളും പ്രധാനം എന്താന്ന് വെച്ചാൽ അവരെ കേൾക്കുക എന്നതാണ്. കേൾക്കുക, വെറുതെ കേൾക്കുകയല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അവരുടെ വാക്കുകൾക്ക് പിന്നിലുള്ള ആ വികാരങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതിനെയാണ് നമ്മൾ സജീവ ശ്രവണം അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ലിസണിംഗ്. ഒട്ടുമിക്ക പഠനങ്ങളും രക്ഷാകർതൃ ഗൈഡുകളും ഒരേപോലെ പറയുന്ന കാര്യമാണിത്. ഓക്കേ, അപ്പോ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ കേൾക്കാൻ തയ്യാറാവണം. തീർച്ചയായും. പിന്നെ ഈ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ അത് ഒഴിവാക്കിയിട്ട് അവർക്ക് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന തരം ചോദ്യങ്ങൾ ചോദിക്കാം. അതെ. ഉദാഹരണത്തിന്, ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് നിന്റെ ദിവസം എങ്ങനെയൊക്കെയായിരുന്നു, എന്തെങ്കിലും രസകരമായ കാര്യങ്ങൾ നടന്നോ, അങ്ങനെയൊക്കെ ചോദിക്കാം. ശരിയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അവർ പറയുന്ന കാര്യത്തോട് ഒരുപക്ഷെ നമുക്ക് യോജിപ്പുണ്ടാവില്ല.
എന്നാലും അവരുടെ ആ വികാരത്തെ നമ്മൾ അംഗീകരിക്കണം. നിനക്ക് ദേഷ്യം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിന്നെ വിഷമിപ്പിച്ചു എന്നെനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം തോന്നും. തീർച്ചയായും. ഞാൻ പറയുന്നത് കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും ഉണ്ട് എന്നൊരു തോന്നൽ അവരിൽ വിശ്വാസമുണ്ടാക്കും. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കണം. അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സുരക്ഷിതമായ ഒരിടം നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും ഒരു സോറി പറയാനും മടിക്കരുത്, അല്ലേ? തീർച്ചയായും. അതവർക്ക് നല്ലൊരു മാതൃക കൂടിയാണ്. ചിലപ്പോൾ വെറുതെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാളും ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ, ചിലപ്പോൾ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ അവർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് സംസാരിച്ചേക്കാം. അത്തരം അവസരങ്ങൾ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. അതെ, ആ ഒരുമിച്ചുള്ള പ്രവർത്തനം സംസാരത്തിനൊരു വഴി തുറക്കും. പിന്നെ ഈ മാനസികാരോഗ്യം പോലുള്ള കുറച്ചുകൂടി സെൻസിറ്റീവായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴും ഈ സമീപനം വളരെ പ്രധാനമാണ്. എങ്ങനെയാണത് തുടങ്ങേണ്ടത്? നിനക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നമ്മൾ നേരിട്ട് ചോദിക്കുന്നതിന് പകരം കുറച്ചുകൂടി മൃദുവായിട്ട്, നീ കുറച്ചു ദിവസമായിട്ടൊരു വല്ലായ്മയിലാണല്ലോ എന്നെനിക്ക് തോന്നി, എന്തെങ്കിലും മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന രീതിയിൽ സ്നേഹത്തോടെ ചോദിക്കാം. കുറച്ചുകൂടി ശ്രദ്ധയോടെ. അതെ, അതവർക്ക് ചിലപ്പോൾ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം കൊടുത്തേക്കാം. നമ്മൾ നിരീക്ഷിച്ച കാര്യങ്ങൾ, അതായത് വസ്തുതകൾ പറയുക, നമ്മുടെ വ്യാഖ്യാനങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചും ഉചിതമായ രീതിയിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അവർക്ക് നമ്മളോടുള്ള അടുപ്പം കൂട്ടാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ സംസാരം നന്നാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നൽകുന്ന കാര്യം, അതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് പലപ്പോഴും പേരൻസിന് ഒരു കൺഫ്യൂഷൻ വരുന്നത്. എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കാം, എവിടെയാണ് ആ അതിര് വെക്കേണ്ടത്? അതൊരു പ്രധാന കാര്യമാണ്. കാരണം കൗമാരക്കാർക്ക് അവരുടെ കഴിവുകളൊന്ന് പരീക്ഷിച്ചു നോക്കാനും ലോകത്തെക്കുറിച്ച് പഠിക്കാനുമൊക്കെ അവസരങ്ങൾ വേണം. അതവരുടെ കാര്യപ്രാപ്തി, അതായത് കോമ്പിറ്റൻസ്, പിന്നെ ആത്മവിശ്വാസം, കോൺഫിഡൻസ്, ഇതൊക്കെ വളർത്തും. ഈ പ്രതിരോധശേഷിയുടെ 7 Cകൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ, അതിൽ വരുന്നതാണോ ഇത്? അതെ, അതിലെ 2 പ്രധാന സികളാണ് ഈ കോമ്പിറ്റൻസും കോൺഫിഡൻസും. പ്രതിരോധശേഷി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാനുള്ളൊരു കഴിവ്. ശരി. കാര്യപ്രാപ്തിക്കും ആത്മവിശ്വാസത്തിനും പുറമെ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാക്കാനുള്ള കഴിവ്, കണക്ഷൻ, പിന്നെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ്, ക്യാരക്ടർ, സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകണമെന്നുള്ളൊരു ചിന്ത, കോൺട്രിബ്യൂഷൻ, സ്ട്രെസ് വരുമ്പോൾ അതിനെ നേരിടാനുള്ള വഴികൾ കണ്ടെത്താനുള്ള കഴിവ്, കോപ്പിംഗ്, സ്വന്തം ജീവിതത്തിൽ ഒരു നിയന്ത്രണമുണ്ടെന്ന തോന്നൽ, കൺട്രോൾ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ കഴിവുകളൊക്കെ അവരിൽ വളർത്തിയെടുക്കാൻ നമ്മൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? തുടക്കത്തിൽ അവർക്കിഷ്ടമുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാനും അവരുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലുമൊക്കെ സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കാം. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങാം. അതെ, വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരുടെ അഭിപ്രായം ചോദിക്കാം. പ്രായത്തിനനുസരിച്ച് വീട്ടിൽ തിരിച്ചെത്തേണ്ട സമയം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ആകാം. ഇത് അവരിലൊരു ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുമല്ലോ. തീർച്ചയായും. അതോടൊപ്പം സുരക്ഷിതമായ രീതിയിൽ ചില റിസ്കുകൾ എടുക്കാൻ അവരെ അനുവദിക്കുന്നതും പ്രധാനമാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ഓടിച്ചെന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയാൽ അവർക്ക് സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ നിന്ന് പഠിക്കാനോ അവസരം കിട്ടില്ല. ശരിയാണ്. ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണല്ലോ ഏറ്റവും വലിയ ടീച്ചർ. ണെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്നും അവരെ പഠിപ്പിക്കണം. നമ്മൾ അവരുടെ ശ്രമങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, റിസൾട്ടിനെ മാത്രം നോക്കിയല്ല അവരെ പ്രശംസിക്കേണ്ടത്. ഇത് പറയുമ്പോഴാണ് ഈ പിയർ പ്രഷർ, അതായത് കൂട്ടുകാരുടെ സമ്മർദ്ദം, ആ വിഷയത്തെക്കുറിച്ച് ഓർക്കുന്നത്. അത് വലിയൊരു പ്രശ്നമാണല്ലോ. അത് നേരിടാൻ അവരെ എങ്ങനെയാണൊന്ന് തയ്യാറാക്കേണ്ടത്? അതൊരു വെല്ലുവിളി തന്നെയാണ്. ചില സ്രോതസ്സുകളിൽ ഒരു കോഡ് വേർഡ് ടെക്നിക്കിനെ കുറിച്ച് കണ്ടു. ഒരു കൗമാരക്കാരൻ തന്നെ പറഞ്ഞ ഒരു ഐഡിയ. എന്താണത്? അതായത് കുട്ടിക്ക് താൽപ്പര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ കോഡ് വേർഡ് പറയുന്നു. അപ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കുട്ടിയെ അവിടുന്ന് തിരികെ വിളിക്കുന്നു. ഓഹോ. അപ്പോൾ കൂട്ടുകാരുടെ മുന്നിൽ മോശക്കാരനാവാതെ തന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, വേണ്ട എന്ന് പറയേണ്ടടുത്ത് അത് പറയാൻ അവരെ പഠിപ്പിക്കുക എന്നതാണ്. അതൊരു ലൈഫ് സ്കില്ലാണ്. ശരിയാണ്.
മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രധാനമാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ കൊടുക്കണം. വെറുതെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രവർത്തികളിലൂടെ ഒരു മാതൃക കാണിക്കുന്നതാണ്. ഒരുമിച്ച് എന്തെങ്കിലും വളണ്ടിയറിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ? നല്ലതാണ്. അതവർക്ക് നല്ല മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. ക്യാരക്ടർ എന്ന സി വളർത്തും. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. കൗമാരക്കാരും പാരൻസും തമ്മിൽ തർക്കങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുണ്ടാവും. ഡ്രസ്സിന്റെ കാര്യത്തിലോ വീട്ടിൽ വരേണ്ട ടൈമിനെക്കുറിച്ചോ കൂട്ടുകാരെക്കുറിച്ചോ ഒക്കെ ചിലപ്പോ വഴക്കുണ്ടാവാം. അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുക? തർക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി പ്രധാനമാണ്. പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുക, മറ്റേയാള് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരുമിച്ച് ശ്രമിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാപ്പ് പറയുന്ന കാര്യം അതിവിടെയും പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. നമ്മുടെ ഭാഗത്ത് തെറ്റുപറ്റുമ്പോൾ മാപ്പ് പറയാൻ മടിക്കരുത്. മാപ്പ് പറയുന്നത് ഒരു കുറവല്ല, അത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയുള്ളൂ. ചില സമയങ്ങളിൽ ഈ സാധാരണ തർക്കങ്ങൾക്കപ്പുറം ഒരു കുട്ടി മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന ചില ലക്ഷണങ്ങൾ കണ്ടേക്കാം. എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ഉറക്കത്തിലും ഭക്ഷണരീതിയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഉറക്കം കൂടുകയോ കുറയുകയോ? അതുപോലെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടോ? കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കുന്നുണ്ടോ? മുൻപ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇപ്പൊ തീരെ താൽപ്പര്യം കാണിക്കുന്നില്ലേ? പഠനത്തിൽ പെട്ടെന്നൊരു താഴ്ച വരുന്നുണ്ടോ? ഓക്കെ. പിന്നെ അകാരണമായ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, അമിതമായ ഉത്കണ്ഠ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അമിതമായ ആശങ്കകളും ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ബോഡി ഇമേജ് ഇഷ്യൂസ്. അതെ. ഭക്ഷണരീതികളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഡയറ്റിങ്ങിനെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്നത് അതൊക്കെ ഒഴിവാക്കണം. പകരം ആരോഗ്യകരമായൊരു ലൈഫ് സ്റ്റൈൽ, പിന്നെ ശരീരത്തിന്റെ വൈവിധ്യം, അതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് കാണാനും അവരെ പഠിപ്പിക്കണം. ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണേണ്ടത്? ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എപ്പോഴാണ് വേണ്ടത്? ഈ ലക്ഷണങ്ങൾ കുറച്ചു കാലമായിട്ടിങ്ങനെ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കുട്ടിയുടെ ഡെയിലി ലൈഫിനെ, പഠനത്തെയോ കൂട്ടുകാരുമായുള്ള ബന്ധത്തെയോ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണൽ സഹായം തേടണം. മടിക്കരുതല്ലേ? ഒട്ടും മടിക്കരുത്. കുട്ടികളുടെ ഡോക്ടർക്ക്, പീഡിയാട്രീഷ്യൻ തന്നെ ചിലപ്പോ പ്രാഥമികമായ ഉപദേശങ്ങൾ തരാൻ പറ്റും. ആവശ്യമെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാൻ നിർദ്ദേശിക്കാനും അവർക്ക് കഴിയും. ഇത് ഒരു കുറവായിട്ട് കാണേണ്ട കാര്യമില്ല. നമുക്ക് പനി വരുമ്പോൾ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യത്തിനും സഹായം തേടുന്നത്. ശരിയാണ്. പിന്നെ എന്തെങ്കിലും അടിയന്തര സാഹചര്യമോ അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകളോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സഹായം തേടണം. അതിനായിട്ട് സർക്കാർ തലത്തിലും അല്ലാതെയും ഹെൽപ്പ് ലൈനുകളുണ്ട്. ഇന്ത്യയിൽ ഡിഷ 1056 പോലുള്ളവ. ഓക്കെ. ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇതിനിടയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു കാര്യമുണ്ട്: രക്ഷാകർത്താക്കളുടെ സ്വന്തം മാനസികാരോഗ്യം. അത് പറയാൻ വിട്ടുപോയി. വളരെ വളരെ പ്രധാനം. ഈ നിരന്തരമായ സ്ട്രെസ്സിനിടയിൽ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും. കാരണം രക്ഷാകർത്താക്കൾ മാനസികമായിട്ട് തളർന്നിരുന്നാല് അവർക്ക് കുട്ടികളെ ശരിയായ രീതിയിൽ പിന്തുണയ്ക്കാൻ പറ്റില്ല. സ്വന്തം ഇഷ്ടങ്ങൾക്കും ഒരു റിലാക്സേഷനുമൊക്കെ സമയം കണ്ടെത്തണം. ആവശ്യമെങ്കിൽ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുക. ഓൺലൈൻ തെറാപ്പി പോലുള്ള ഓപ്ഷൻസും ഇപ്പോൾ ഉണ്ടല്ലോ. ഉണ്ട്. അതൊക്കെ ഇന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. ഓർക്കേണ്ട കാര്യം, നമ്മൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരുന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്കും നല്ലൊരു മാതൃകയാവാനും അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റൂ. ശരിയാണ്. അപ്പോൾ ഈ അടിയന്തര പ്രശ്നങ്ങളെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കാം. അവരുടെ സ്കൂൾ ജീവിതം ഒരു വിജയകരമാക്കാനും ഭാവിയിൽ അവർക്ക് പറ്റിയൊരു കരിയർ കണ്ടെത്താനും ഒക്കെ നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? സ്കൂളിലെ വിജയത്തിന് ചിട്ടയായ പഠനം മാത്രം പോരാ. മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. എന്തൊക്കെയാണത്? ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സമയം നല്ലപോലെ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുക. പഠിത്തവും മറ്റു കാര്യങ്ങളും, അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരുപോലെ ബാലൻസ് ചെയ്തു കൊണ്ടുപോവുക. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചർമാരോടോ മറ്റുള്ളവരോടോ സഹായം ചോദിക്കാൻ മടിക്കരുതെന്ന് അവരെ പഠിപ്പിക്കണം. ശരി. ഇനി കരിയറിന്റെ കാര്യമോ?
കരിയറിന്റെ കാര്യം വരുമ്പോൾ അത് ശരിക്കും അവരുടെ ആ വ്യക്തിത്വം കണ്ടെത്താനുള്ള യാത്രയുടെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അതെങ്ങനെയാണ്? ഞാൻ ആരാണ്? എനിക്കെന്താണിഷ്ടം? എനിക്കെന്തൊക്കെ കഴിവുകളുണ്ട്? എനിക്ക് പ്രധാനപ്പെട്ട വാല്യൂസ് എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ അവരെ സഹായിക്കുക എന്നതാണ് പ്രധാനം. സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുക. അതെ, അവരുടെ താൽപ്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കണം. അത് ചിലപ്പോ പ്രത്യേക വിഷയങ്ങളാവാം, ഹോബികളാവാം, വ്യത്യസ്ത തൊഴിൽ മേഖലകളെക്കുറിച്ച് അറിയാൻ അവരെ സഹായിക്കണം. കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, കരിയർ ഫെയറുകളൊക്കെ ഇതിനുപകരിക്കും. താൽപ്പര്യമുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായി സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കുമല്ലേ? വളരെ നല്ലതാണ്. ഇൻഫർമേഷൻ ഇന്റർവ്യൂസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പിന്നെ ചെറിയ തോതിലുള്ള ജോലികൾ ചെയ്യുകയോ വോളണ്ടിയറിംഗ് ചെയ്യുകയോ ഇന്റേൺഷിപ്പുകൾ ചെയ്യുകയോ വഴി ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നതും നല്ലതാണ്. ഇത് വെറുതെ ഒരു ജോലി കണ്ടെത്തുക എന്നതിനപ്പുറം അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുമല്ലോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രോബ്ലം സോൾവിംഗ്. തീർച്ചയായും. ടീം വർക്ക്, ടൈം മാനേജ്മെന്റ്, ഈ സോഫ്റ്റ് സ്കിൽസ് എല്ലാ ഫീൽഡിലും ആവശ്യമുള്ളതാണ്. അതുപോലെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസരിച്ച് പുതിയ ടെക്നോളജികൾ പഠിക്കുന്നത്, ആവശ്യമെങ്കിൽ പുതിയ ഭാഷകൾ പഠിക്കുന്നത്, അതൊക്കെ ഭാവിയിൽ പ്രയോജനം ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് കരിയർ പാത്ത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല എന്ന് അവരെ മനസ്സിലാക്കണം. അത് പ്രധാനമാണ്. താൽപ്പര്യങ്ങൾ മാറിയേക്കാം, പുതിയ അവസരങ്ങൾ വരാം. അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു അഡാപ്റ്റബിലിറ്റി, അത് വളർത്തിയെടുക്കാൻ അവരെ സഹായിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കൗമാരക്കാരുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ, അവർ നേരിടുന്ന സമ്മർദ്ദങ്ങൾ, അവരുമായി നന്നായി സംസാരിക്കാനുള്ള വഴികൾ, പിന്നെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നൽകേണ്ടതിന്റെ പ്രാധാന്യം. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവരെ എങ്ങനെ തയ്യാറാക്കാം, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അവരുടെ ഭാവിക്കു വേണ്ടി എന്തൊക്കെ ചെയ്യാം. ഈ വിവരങ്ങളൊക്കെ ഒരു ടൂൾ കിറ്റ് പോലെയാണെന്ന് പറയാം, അല്ലേ? അതെ, ആ ടൂൾ കിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസ് ഒരുപക്ഷേ സ്നേഹത്തോടെയുള്ള ആ ബന്ധവും പരസ്പര ബഹുമാനവുമാണ്. അവരുടെ ആ വളർന്നു വരുന്ന വ്യക്തിത്വത്തെ നമ്മൾ ബഹുമാനിക്കുക, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ ആ ആഗ്രഹത്തെ മനസ്സിലാക്കുക, അവരുടെ വികാരങ്ങളെ നമ്മൾ വില കുറച്ച് കാണാതിരിക്കുക, അവരുടെ കഴിവുകളിൽ വിശ്വസിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രായത്തിന്റെ സ്വാഭാവികമായ വെല്ലുവിളികൾക്കും മാറ്റങ്ങൾക്കുമിടയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ കൗമാരക്കാരനുമായിട്ട് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ, അവരുടെ വികാരങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും? ഓരോ ചെറിയ ശ്രമവും ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. കൗമാരക്കാരെക്കുറിച്ചുള്ള ഈ വിശദമായ വിവരങ്ങൾ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി.